ഞാൻ കുത്തബ് മിനാറിൽ നേരെ റെഡ് ഫോർട്ട് പോകാൻ പ്ലാൻ ചെയ്ത് നോക്കുമ്പോൾ റെഡ് ഫോർട്ട് ഇന്ന് മൺഡേ ലീവാണ് കേട്ടോ. അതുകൊണ്ട് സരോജിനി മാർക്കറ്റിലേക്ക് വന്നിട്ടുള്ളൂ. ഇവിടെ റേറ്റ് നോക്കി ഞങ്ങൾ ഇപ്പം മെട്രോ സ്റ്റേഷനിൽ പുറത്തത് മാർക്കറ്റിലേക്ക് എത്തിയില്ല കേട്ടോ. ഈ സാധനത്തിന് ജാക്കറ്റിന് 50 റുപ്യ റേറ്റ് വന്നു. 50 റുപ്യൻ്റെ ജാക്കറ്റ് ആയി. 50 റുപ്യക്ക് ജാക്കറ്റ്. ഓക്കെ അടിപൊളിയല്ലേ? പോയിട്ട് വരാം. മോഡൽ കയറി നടന്നു നോക്കട്ടെ എന്താ അവസ്ഥ. 100 റുപ്യക്ക് ജാക്കറ്റ്. ഇത് മാർക്കറ്റിലൊന്നും എത്തിയില്ല കേട്ടോ. മെട്രോന്റെ നേരെ പുറത്താണ്. മാർക്കറ്റിൽ പോയൊക്കെ അടുത്ത അവസ്ഥ. ജാക്കറ്റ് കിട്ടുന്ന അതാവില്ല. അത് ഇട്ടിട്ട് പോയി ഡാൻസർ. കാഴ്ചകളാണ് മൊത്തത്തിൽ ഇറങ്ങിയോടെ തന്നെ കാണുന്നത്. പോയോ കംഫർട്ട് കേട്ടോ. ഈ മുമ്പിലുള്ള ബെൽറ്റുകാരനൊക്കെ ഉണ്ടോ? ഓണയുടെ അടുത്ത് വന്ന് 400 റുപ്യ തരാൻ പറഞ്ഞു. ലാസ്റ്റ് 50 റുപ്യക്ക് തരാം രണ്ടെണ്ണം. ഞാൻ പറഞ്ഞു വേണ്ട, പക്ഷെ എന്തെങ്കിലും തന്നെല്ലാം പറയും. ഞാൻ ഒന്നും വേണ്ട. ഞാൻ ഇപ്പോൾ ഇത് പർച്ചേസിന് വന്നില്ല, ജസ്റ്റ് ഒന്ന് കാണാൻ പറഞ്ഞു. പോക്കറ്റ് അടിയെല്ലാം നന്നായി ശ്രദ്ധിക്കണേ. നല്ല ക്രൗഡുള്ളിയാണ്. പല രീതിയിലുള്ള ആൾക്കാരുണ്ടാവും ഇവിടെ വരുമ്പോൾ. സരോജിനി മാർക്കറ്റ്. വെൽക്കം ടു സരോജിനി മാർക്കറ്റ്. അവിടെ ബോർഡുണ്ട്. പോക്കറ്റെല്ലാം നോക്കണേ. എപ്പോൾ ചാമ്പിട്ട് പോകാൻ അറിയില്ല. 50 റുപ്യ സെയിൽ 50. 50 റുപ്യൻ്റെ സാധനം. वीडियो बनाना 40 शूट कर रहा है। ये आपका नहीं है भाई, नो प्रॉब्लम. लेगा तो शूट कराएगा। लेगा तो शूट कराएगा. ये लोग ही भाई, नो प्रॉब्लम. ये लेगा तब शूट कराएगा ना. नो प्रॉब्लम. ആപ്പിളിൻ്റെ എയർപോർട്ട് പറഞ്ഞിട്ടോ 4500 റുപ്യ പറഞ്ഞ് തുടങ്ങിയതാണ്. അത് ലാസ്റ്റ് എത്തിയത് 500ലേക്ക് എത്തി. അങ്ങനെ വേണ്ട വേണ്ടെന്ന് പറഞ്ഞു. 200 പറഞ്ഞാണ് ചിലപ്പോൾ കിട്ടിയത്. നല്ല തിരക്കാണ് കേട്ടോ. ബാർഗിൻ ചെയ്യാൻ ആരെങ്കിലും വന്നിട്ട് വാങ്ങിയിട്ട് പോകും. അത്രേ പറയാം. സാധനങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. ചെറിയ പൈസയൊക്കെ എന്തൊക്കെയോ ഉണ്ട്. ഞാനിപ്പോൾ ഒന്നും പർച്ചേസ് ചെയ്യുന്നില്ല, കാരണം ഞാൻ നാട്ടിലേക്കല്ല. ഇവിടെ ഞാൻ മണാലി പോയിട്ട് അവിടെ നിന്ന് കാശ്മീർ പോയിട്ടുള്ള നാട്ടിലേക്ക് പോകുന്നതാണ്. അപ്പോൾ ലാസ്റ്റ് ടൈം ഡൽഹി എത്തുന്ന സമയത്ത് പറ്റുവാണെങ്കിൽ ഇവിടെ വന്നിട്ട് നമുക്ക് സാധനങ്ങളൊക്കെ കുറച്ച് പർച്ചേസ് ചെയ്യാം. കുറേ ഉണ്ട് കേട്ടോ. പല വിധത്തിലുള്ള പല റേറ്റിൽ സംഭവങ്ങളുണ്ട്. നന്നായിട്ട് ബാർഗിൻ ചെയ്യണം. ചില സ്ഥലങ്ങളിൽ ബാർഗിൻ ഇല്ല എന്ന് പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ ബാർഗിൻ ചെയ്യാൻ പറ്റുന്നിടത്ത് നന്നായിട്ട് ബാർഗിൻ ചെയ്യാൻ കിട്ടും. ചെറിയ പൈസയൊക്കെ സംഭവങ്ങൾ കിട്ടും. അതൊക്കെ എന്തായാലും ഒരു തെർമൽ വാങ്ങിക്കണം. അങ്ങേക്ക് പോകുന്ന സമയത്ത് അത് എവിടെയെങ്കിലും കിട്ടുമോ നോക്കട്ടെ. ഫുള്ള് ഫിക്സ്ഡ് റേറ്റ് കാണിക്കുന്നത് 150 റുപ്യ. 150 ഷർട്ട്സാണ്. എന്തൊക്കെയോ ഐറ്റംസ് ഉണ്ട്. കണ്ട ഇവരല്ല നന്നായിട്ട് ഉണ്ടാക്കാൻ നോക്കുക. കണ്ടോ ഈ സാധനം എയർപോർട്ടിനെ പറയുന്നത് 4000 റുപ്യൻ്റെ സാധനം ലാസ്റ്റ് 500 റുപ്യ പറയുന്നത്. പക്ഷേ ഇവരെന്നെ ഉസ്തിക്ക മലയാളം ചെയ്യാത്തതുകൊണ്ട് ഇതിനെ കുഴപ്പമില്ല. ഈ अच्छा आदमी है. अच्छा बोलेगा दे दे. अच्छा आदमी है. अभी मैं नहीं चाहिए. आपका नाम मेरा नाम बोलो. अरे नाम मत पूछ. नाम बोलो. किंग खान नाम है मेरा. किंग खान. चाय भी कर लेता हूँ. और अन्ना उस्ताद ये ले कल्ला उस्ताद बोला है. ओके भाई. ओके इसका फाइनल बोलेगा. नहीं चाहिए भाई. ഓനേത് സാധനം എന്നറിയാം. എങ്ങനെയോ ആണെന്ന് കഴിച്ചിട്ട് ശരിയായ ഉടായിപ്പാണ്. കാരണം വെച്ചാൽ ഓനെ എൻ്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെയെല്ലാം പറഞ്ഞു ഓനെന്ന് ചെയ്യുന്ന ശരിക്കും മനസ്സിലായിനെ. ഓനെ എൻ്റെ പോക്കറ്റെല്ലാം തപ്പുക. ബാക്കിലത്തെ പോക്കറ്റ് അടുത്ത് വന്നിരുന്നിട്ട് എനിക്ക് സംഭവം മനസ്സിലാകുന്നുണ്ട്. ഇത് അതിനാണ്. കുറച്ച് കഴിയുമ്പോൾ കുറേ 5-6 ആളോട് എത്തി മോനെ. മൊത്തം ചുറ്റും നിൽക്കുക. എൻ്റെ പോക്കറ്റിലും തപ്പുക. വിടുന്നില്ല. എൻ്റെ ക്യാമറ ഓൻ്റെ കൊടുക്കാൻ വേണ്ടി വീഡിയോ എടുക്കാൻ വേണ്ടി ഇതെല്ലാം പറയിട്ട് ഇതായിപ്പിൻ്റെ അങ്ങേയറ്റോ എങ്ങനെയാണെന്ന് കഴിച്ചല്ലേ. അപ്പം നന്നായിട്ട് ശ്രദ്ധിക്കണേ. ഇങ്ങനെയെല്ലാം വരുന്ന ടീമെല്ലാം പല രീതിയിൽ
പല കോളത്തിൽ അടിച്ചെടുത്തിട്ട് പോകും. അപ്പം നിങ്ങൾ എൻ്റെ അടുത്ത് വന്നിട്ട് ബാഗ് ആ സാധനം ഒന്നും പോക്കറ്റിലിട്ടിട്ടില്ല, അല്ലെങ്കിൽ ബാഗിലാണ്. ഇങ്ങനത്തെ ഒരു ബാഗ് കയ്യിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയ്ക്ക് നല്ലത്. ഫ്രണ്ടിലായ ആർക്കും അങ്ങനെ അത്ര പെട്ടെന്ന് ഈസി ആയിട്ട് പോക്കറ്റ് അടിക്കാനാക്കാൻ പറ്റില്ല. അത് നിങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ, അത് അങ്ങനത്തെ ഒരു ഏരിയയിൽ നിന്ന് പല വിധത്തിലുള്ള പല തരത്തിലുള്ള ആൾക്കാരുണ്ടാവും അവിടെ. 150 റുപ്യേൻ്റെ എല്ലാം ജാക്കറ്റ് കാണുന്നത് കേട്ടോ. ഇതല്ലോ 150 റുപ്പീസ്. ആ സാധനത്തിനെല്ലാം 150 റുപ്യ. നമ്മൾ വരുന്ന സമയത്ത് അവിടെ 50 റുപ്യക്ക് വന്നിട്ടുണ്ടായി ഞാൻ. കുറേ ഒരു ലോകം തന്നെ. ഞാൻ 7 വട്ടം കയറിയേ എങ്ങനെയാ പോണ്ടേ ഒന്നും മനസ്സിലാകുന്നില്ല. 50 റുപ്യക്ക് എടാ 100 റുപ്യക്ക് 4 എണ്ണം കേട്ടോ. 50 റുപ്യ അല്ല, 100 റുപ്യക്ക് 4 എണ്ണം. ഇത് ലേഡീസിൻ്റെ 100 രൂപക്ക് 4 എണ്ണം. 50 റുപ്യ ഏകദേശം ഇപ്പം ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ട്. 50 റുപ്യ എന്തല്ലോ കച്ചവടം തന്നെ. ഇതിൻ്റെ ഉള്ളിലെ ലോകം തന്നെയാണ് മക്കളെ. അങ്ങനെ ഒടുവിൽ ഞാൻ കയറിയ സ്ഥലം ഏതാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. നടന്ന് അങ്ങനെയല്ലോ കൂടി എത്തി. ഉള്ളിൽ കയറി കഴിഞ്ഞാൽ വേറെ തന്നെ ഒരു ലോകം. അതെല്ലാം കഴിഞ്ഞ് ഞാൻ നേരത്തെ കയറിയ സരോജിനി മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ എൻട്രിൻ്റെ അടുത്ത് തന്നെ എത്തി. നേരെ മെട്രോയിൽ കയറിയിട്ട് നമുക്ക് അടുത്ത ഏതെങ്കിലും ഡെസ്റ്റിനേഷനിലേക്ക് പോകാം. ഇങ്ങനെ പോകണേ. എന്തായാലും ഇന്ന് നമ്മളെ ഇവിടെ പോകാണ്ട് പറ്റും. ഇത് റെഡ് ഫോർട്ട് പോകാനാണ് പ്ലാൻ ചെയ്തത്. ഇന്ന് മൺഡേ ആയതുകൊണ്ട് ലീവാണ്, പോകാൻ പറ്റില്ല. സോ വേറെ ഇടത്തേക്കെങ്കിലും നമുക്ക് അങ്ങനെ സരോജിനി മാർക്കറ്റിൽ നിന്ന് ഇറങ്ങിയ ഞാൻ നേരെ വന്നിട്ടുള്ളത് നമ്മുടെ രാജീവ് ചൗക്ക് എന്ന് പറഞ്ഞ മെട്രോ സ്റ്റേഷൻ്റെ അടുത്തുള്ള പാലിക്ക ബസാർ എന്ന് പറഞ്ഞൊരു മാർക്കറ്റിലേക്കാണ്. ഇവിടെ അത്യാവശ്യം കുറേ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാണ് പറഞ്ഞത്. ജസ്റ്റ് ഒന്ന് ഇറങ്ങാണ്ട് കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം, അതിന് വേണ്ടി വന്നതാണ്. പാലിക്ക ബസാർ ഒരു കോംപ്ലക്സിൻ്റെ ഉള്ളിലുള്ള സംഭവം കേട്ടോ. സരോജിനി മാർക്കറ്റ് പോലൊരു സംഭവമല്ല കാണുന്നത്, ഇപ്പോൾ നിലവിൽ കാണുന്നത്. പോയി നോക്കാം, കുറേ കടകളൊക്കെ കാണുന്നുണ്ട് ഇവിടെ. ഇങ്ങനെ ഉള്ളോട്ടായിട്ട് എങ്ങനെയല്ലോ ഇഷ്ടംപോലെ കടകളാണ്. പക്ഷെ ഇവിടെ കടകൾക്കുള്ള ഓരോ നമ്പർ കൊടുത്തിട്ടുണ്ട്. 106, 107, 107, 108. പാലിക്ക ബസാർ ഞാൻ പുറത്തേക്ക് ഇറങ്ങിയിട്ട് നോക്കുമ്പോൾ പാലിക്ക ബസാറിൻ്റെ അകത്ത് ഫോട്ടോഗ്രാഫിയോ അതുപോലെ തന്നെ വീഡിയോഗ്രാഫിയോ അങ്ങനെ സംഭവങ്ങളൊന്നും അലൗഡ് അല്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ അത് വെച്ച് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടായിന്. ഞാൻ കുറച്ച് സാധനങ്ങൾ ഇപ്പോൾ മണാലിലേക്ക് പോകുന്ന സമയത്ത് കുറച്ച് ഗ്ലൗവും കാര്യങ്ങളും അങ്ങനത്തെ കുറച്ച് ഐറ്റംസൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇനി ഇങ്ങനെ നൈറ്റ് ലൈഫൊക്കെ ഒന്ന് എൻജോയ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ നാളെ തന്നെ മണാലിയിലേക്ക് പോകേണ്ട പരിപാടിയാണ്. നോക്കാം നമുക്ക് ഇനി എന്നാ ഇവിടെ അടുത്തൊക്കെ ഉള്ളത്. ഇല്ല ഒരു നല്ലൊരു സ്ട്രീറ്റ് കേട്ടോ. എനിക്ക് നല്ല ക്രൗഡായിട്ടുള്ളൊരു ഏരിയയാണ്. ഇനി അടുത്ത മാർക്കറ്റ് ഏതാണെന്നറിയോ? കരോൾ ബാഗ് മാർക്കറ്റിലേക്ക് പോകണ്ട കേട്ടോ. നല്ല റഷാണ്, നല്ല ടൈറ്റ്. പക്ഷേ ഇവിടെ ഭയങ്കര റേറ്റ് കുറവായിട്ട് തോന്നുന്നുണ്ട്. ജീൻസിനെല്ലാം 200 റുപ്യ 100 റുപ്യക്കെല്ലാം കൊടുക്കുന്നുണ്ട്. 100 200 ഇങ്ങനെല്ലാം പറയുന്നുണ്ട്. നല്ല റഷും ഉണ്ട്, രാത്രി ടൈമായില്ലേ. ഇവിടുത്തെ കാഴ്ചകളൊന്നും ഉണ്ടാക്കുന്നത് എൻ്റെ മോനെ ഏതാ തിരക്ക്. നടന്ന 100 റുപ്യക്ക് ചെരുപ്പുണ്ട്, ചെരുപ്പുകൾ, ഷൂസ് അങ്ങനെ ഐറ്റംസ് ഇഷ്ടം പോലെ ഇവിടെ കാണുന്നത് കേട്ടോ. ഇപ്പോൾ കയറിയ പാട് കരോൾ ബാഗ് എന്ന് പറഞ്ഞാൽ ശരിക്കും ഇലക്ട്രോണിക് ഐറ്റംസിൻ്റെ ഒരു ഏരിയ എന്നാണ് പറയുന്നത് കേട്ടത്. പോയി നോക്കാം. കിतना भाई? 350 റുപ്യക്ക് നല്ല അടിപൊളി ജീൻസിനെ കാണിക്കുന്നുണ്ട്. നോക്കാം. भाई हमको दो ना भाई. क्या गाँव ले जाएंगे इसको, हम बताएंगे. ट्रैवलिंग है? गाँव ले जाएंगे ना. हाँ, ये इंग्लिश मालूम है? हाँ, इंग्लिश को तो हम छोड़ के आ गए हैं, पीछे हम हिंदी में उतर गए हैं. एक्चुअली हम इंडियन हैं. मैं हिंदी थोड़ा मालूम है, ज़्यादा मालूम नहीं है. आप कहाँ बाहर? साउथ इंडियन? केरला. हाँ. हाय, हाउ आर यू? Fine. Your name? राजीव. व्हाट योर नेम? Shabir. सवीर. Yeah. सवीर, आपका यहाँ बाजार में करोल बाग में आपका वेलकम. Thank you so much. और क्या आप क्या लेंगे कुछ खाने में? खाना नाश्ते में कुछ बस और आती है, फुल है अभी. फुल है अभी. हमारे तो खाली पड़ा है. नेक्स्ट टाइम जरूर ഓക്കെ मिलेंगे. ബൈ. എന്തെല്ലോ പറഞ്ഞു എനക്കുണ്ട് ഇന്ത്യയിൽ എന്നെ ഉള്ളിനെ കൊണ്ട് പിടിച്ചെന്ന്. പാട്ട്
മാർക്കറ്റ് മക്കളെ. ആ ഒരു ഫുള്ള് ആ ഒരു ക്രൗഡ് എന്ന് പറഞ്ഞാൽ അമ്മാതിരി ക്രൗഡ്. പ്രത്യേകം ശ്രദ്ധിക്കുക. പിക് പോക്കറ്റേഴ്സിൽ ഇഷ്ടംപോലെ ഉണ്ടാവും. വേണ്ടുന്ന കഴിയണ്ട ഞാൻ പോകലാണ് ഇട്ട് വെച്ചിട്ടുണ്ട്. കാരണം അതിൽ പേഴ്സ് ഉണ്ട്, മുമ്പിലേക്ക് എടുത്ത് വെച്ചിട്ടില്ല. അത് വെക്കണേ. ബൈ. മൊത്തത്തിൽ ഇടുന്നൊരു കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ചോദിക്കുമ്പോൾ ഒരു 500 രൂപ പറഞ്ഞ സാധനം ഉണ്ടാവുമല്ലോ, അത് പറഞ്ഞ് അപ്പോൾ ഒറ്റ വർത്താനം പറയാം 50 രൂപ. ലാസ്റ്റ് ഒന്നുകിൽ ചീത്ത വെക്കും അല്ലെങ്കിൽ സാധനം കിട്ടും. ആ ഒരു ലൈനിലാണ് ഞാൻ കുടുങ്ങിപ്പോയി. 1-2 അടുത്ത് ഞാൻ 500-800 രൂപ പറഞ്ഞ സാധനത്തിന് 50 രൂപ എന്ന് പറഞ്ഞു. ലാസ്റ്റ് 500 പറ്റില്ല, 400, 300, 200 ഞാൻ പോകാൻ നോക്കുമ്പോൾ ഒക്കെ എടുത്തോന്ന് പറഞ്ഞു. അങ്ങനത്തെ അവസ്ഥയായിട്ടുള്ള. ഓക്കെ, അപ്പോൾ അങ്ങനെ ശ്രദ്ധിക്കും. നന്നായിട്ട് ബാർഗിൻ ചെയ്ത് വന്നിട്ടാകുമ്പോൾ കിട്ടും. ചെറിയ പൈസക്ക് സാധനം കിട്ടും. ഇനി ഭയങ്കര മാന്യന്മാരായിട്ട് വന്നിട്ട് ബാർഗിനൊന്നും ചെയ്യാണ്ട് വന്ന് നോക്കുന്ന ആൾക്കാരാണെങ്കിൽ പണിയും കിട്ടും. ഓക്കെ, നമ്മളിങ്ങനെ കരോൾ ബാഗിലൂടെ നടന്ന് എനക്കൊന്ന് ഇത് വേറൊരു മാർക്കറ്റ് കേട്ടോ. താങ്ക്സ് ഫോർ യുവർ വിസിറ്റിന് വേണ്ടി കാണിക്കണം. അപ്പുറത്തെ ഗഫാർ മാർക്കറ്റ് കാണിക്കുന്നുണ്ട്. എനിക്കൊന്ന് ഇലക്ട്രോണിക് ഐറ്റംസ് ആണെന്ന് തോന്നുന്നു. ഇവിടെ ഫാക്ടറിയിലെ ഒന്ന് കയറി നോക്കാം. ഇത് വേറൊരു മാർക്കറ്റിൻ്റെ പേരാണ്. കരോൾ ബാഗിലുള്ള എനിക്കൊന്ന് ഡിഫറെൻ്റ് ആയിട്ട് ഓരോരോ മാർക്കറ്റൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ഈ മാർക്കറ്റിൻ്റെ പേര് നമ്മളിപ്പോൾ നടന്നു വന്ന മാർക്കറ്റിൻ്റെ പേര് നോക്കാമല്ലോ. അജ്മൽ ഖാൻ റോഡ്. ഇങ്ങനെയാണ് നമ്മളിപ്പോൾ നടന്നു വന്ന ഏരിയ. അജ്മൽ ഖാൻ റോഡാണ്. ശശിൻ്റെ ഇപ്പുറത്താണ് ഗഫാർ മാർക്കറ്റ് തന്നെ കാണുന്നത്. ആരിലോ പറഞ്ഞു കേട്ട സംഭവം. നമുക്ക് അവിടത്തേക്ക് ഒന്ന് കയറി നോക്കാം. 200 രൂപയ്ക്ക് 3 ടീഷർട്ട് കേട്ടോ. അവിടെ കുറേ എന്തെല്ലാം ഉണ്ട്. 300 രൂപയ്ക്ക് ഷൂസ്, 200 രൂപയ്ക്ക് ഷൂസ്, 100 രൂപയ്ക്ക് ടീഷർട്ട്, 50 രൂപയ്ക്ക് ടീഷർട്ടെല്ലാം ഉണ്ട്. അല്ലേ ഓരോ സ്ഥലങ്ങളിൽ. മാർക്കറ്റ് എന്നെല്ലാം പറഞ്ഞാൽ ഇതാണ് മാർക്കറ്റ്. നിന്ന് ചെയ്യാൻ കഴിയില്ല അങ്ങനത്തെ മാർക്കറ്റ്. രക്ഷയില്ലാത്ത മാർക്കറ്റ്. ഏത് ഭാഗത്തേക്ക് എങ്ങനെയാണ് പോകേണ്ടതെന്ന് മനസ്സിലാകുന്നില്ല. ഇങ്ങനെ പോകുന്നില്ല. ഇലക്ട്രോണിക് ഐറ്റംസ് കിട്ടുന്ന ഏതോ ഒരു ഏരിയയാണ്. അതൊന്ന് ഞാൻ ചോദിച്ചിട്ട് പോകണം. സംഭവം ഇലക്ട്രോണിക് ഐറ്റംസ് എല്ലാം കൊടുക്കുന്ന കരോൾ ബാഗിലുള്ള മാർക്കറ്റ് ഉണ്ട്. ശരിക്കും ഓരോ തിങ്കളാഴ്ച അവധിയാണ് പോലും. അത് കൂടുതലൊന്നും ഇവിടെ ഇല്ല. കുറച്ച് കടകളേ ഉള്ളൂ. ആ ഇലക്ട്രോണിക് മാർക്കറ്റിൻ്റെ അടുത്ത് ഞാനിപ്പോൾ ഉള്ളത് കരോൾ ബാഗിലുണ്ട്. പക്ഷേ തിങ്കളാഴ്ച ലീവാണെന്നാണ് പറഞ്ഞത്. സാറല്ല, ഞാനത് വാങ്ങിക്കാൻ ഉദ്ദേശിച്ചിട്ട് വന്നതല്ല. എന്നാലും പോയി നോക്കാം. അടുത്ത ഡെസ്റ്റിനേഷൻ പിടിക്കാം. ഡെസ്റ്റിനേഷനല്ല, ഇനി റൂം പിടിക്കാം.